ചെയ്യുന്നു. ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ when we sit in the presence of the Lord in front of His Word, let's sit quietly. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. We were remembering the fruit of the Spirit from Galatians chapter 5. ആത്മാവിന്റെ 9 സവിശേഷതകൾ നമുക്ക് ചിന്തിക്കുവാനായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. We see that there are 9 qualities mentioned there of the fruit of the Spirit. ശേഷം നമ്മൾ ചിന്തിക്കുന്നതായി 9-ാമത്തെ ആത്മാവിന്റെ സവിശേഷതകൾ ഇന്ദ്രിയജയം, ആത്മസംയമനം, സ്വയം നിയന്ത്രണം എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. And we were able to cover the first 8 of the 9, and now we are focusing on the last one, which is self-control. അതിന് 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. In Galatians chapter 5 verse 22 and 23, but the fruit of the Spirit is love, joy, peace, long-suffering, kindness, goodness, faithfulness, gentleness, self-control. Against such there is no law. ഇന്ദ്രിയജയത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ അനുവദിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. God willing, we are going to focus on self-control today. അതിനായിട്ട് നമുക്ക് സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിക്കാം. For that, let's turn to Proverbs chapter 25 and verse 28. Whoever has no rule over his own spirit is like a city broken down without walls. നമ്മുടെ കാണുന്നത് ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്നുള്ളതാണ്. We see that the person who does not have control over his own spirit is like a city without walls. ഒരു പട്ടണത്തിന്റെ പ്രാഥമികമായ പ്രതിരോധം അല്ലെങ്കിൽ ഡിഫൻസ് എന്നുള്ളത് അതിന്റെ മതിലുകളാണ് എന്ന് കാണാനായിട്ട് കഴിയും. We see that the primary defense that a city has is its wall. മതിലുകളില്ലാത്ത പട്ടണം ശത്രുവിന് എപ്പോഴും പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ ലഭ്യമാണ് എന്ന് കാണാനായിട്ട് കഴിയും. And we see that a city without walls enables the enemy to attack at any moment. ശലോമോനിവിടെ പറയുന്ന കാര്യം എന്നുള്ളത് ഈ പ്രതിരോധം ഇല്ലാത്ത, ശക്തിയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ഇന്ദ്രിയജയമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ പ്രതിരോധമില്ലാത്തവനാണ്. ശത്രു അവനെ എപ്പോഴും അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത. We see that so what Solomon is actually trying to say is a person who does not have self-control is a person who does not have any sort of defense and will be able to be attacked at any moment. അങ്ങനെയുള്ള ഒരു വ്യക്തി ആത്മീയമായിട്ടും അതുപോലെ തന്നെ ബാഹ്യമായിട്ടും പ്രതിരോധങ്ങൾക്ക് വിധേയപ്പെട്ട് വീണുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർമ്മിക്കുക. And such a person is very easily prone to any sort of attacks. ഇന്ദ്രിയജയമില്ലാത്തവർക്ക് വീണുപോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അത് സാരാംശമായിട്ട് മനസ്സിലാക്കണം. And so the essence of that is a person without self-control can fall very easily. ദൈവവചനം വെച്ചിരിക്കുന്ന പഠിപ്പിക്കുന്ന സകല അതിർവരമ്പുകളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. And God desires that all the boundaries that are mentioned in the Word of God should be there in our lives as well. എഫെസ്യർ 4-ാം അധ്യായത്തിൽ നാം പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമല്ല. And we read in Ephesians chapter 6 that our battle is not against flesh and blood. വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയോടും സ്വലോക But it's against principalities, against powers, against rulers of the darkness of this age. എപ്പോൾ വേണമെങ്കിലും നാം ആത്മീയമായിട്ടും ധാർമ്മികമായിട്ടും വീണുപോകാനുള്ള സാധ്യതയുള്ള ബലഹീനനായ മനുഷ്യനാണ് നാം എന്ന് നാം ഓർമ്മിക്കണം. We must remember that we are weak men who can fall to spiritual and moral attacks. അതുകൊണ്ട് നാം എതിർക്കുവാനായിട്ട് കർത്താവിന്റെ സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കണം എന്നതാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. And for that we have to remember that we must always wear the whole armor of God to defend against that. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നതാണ് പറയുന്നത്. And the Apostle Paul then writes that I put myself in bonds and I make myself a slave. നമുക്ക് 2 തിമോഥെയോസ് 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Shall we turn to 2 Timothy chapter 1 verse 7? അവിടെ നാം കാണുന്നത് വീരത്വത്തിന്റെ ആത്മാവിനെ, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ഞാൻ എനിക്ക് തന്നിരിക്കുന്നു എന്നാണ്. For God has not given us the spirit of fear but of power and of love and of a sound mind. അവിടെ നാം സുബോധം എന്നുള്ള
എന്നുള്ളത് സെൽഫ് കൺട്രോൾ എന്നാണ് ചില ട്രാൻസ്ലേഷനിൽ കാണാൻ കഴിയുന്നത്. And there we see that the sound mind refers to self-control. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫലമാണ്, ആത്മാവിന്റെ ഒരു ഫലമാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത് കാണാൻ കഴിയും. And we see that self-control is a part of the fruit of the Spirit. നമ്മൾ രണ്ടാമതായിട്ട് ടൈറ്റസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. And then we read in Titus chapter 4 verse 2. വൃദ്ധന്മാർ സുബോധമുള്ളവരായിരിക്കണം എന്ന് ഓർമ്മിക്കുക. And that older man can be sober. ഓൾഡർ മെൻ എന്നുള്ളത് പ്രായമായ മനുഷ്യരെന്ന് മാത്രമല്ല, ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് And God does not desire just the older man to be in that form, but even the younger man as well. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ഭക്തികെട്ട പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട് ഈ ലോകത്തിന്റെ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കേണ്ടതിനെ തന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു. And in the 12th verse it says that denying ungodliness and godliness we should live soberly. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ ഇന്ദ്രിയ ജയം അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകമായിരിക്കുന്നു എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക. So the word of God reminds us that self-control is something that is very necessary in our lives. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 1 മുതൽ 5 വരെയുള്ള 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് 8 ആത്മീയ കാര്യങ്ങൾ നാം പക്വതയിലേക്ക് വിശ്വാസികൾ വരുവാനായിട്ട് പത്രോസ് ലേഖനത്തിരിക്കുന്ന കാണുവാനായിട്ട് കഴിയും. In 2 Peter chapter 1 verses 5 to 7 there are few characteristics that a Christian must have to reach maturity. അവിടെ നാം കാണുന്ന 8 സ്വഭാവ ഗുണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നു. We see 8 qualities mentioned there. അവിടെ നാം കാണുന്ന വിശ്വാസം കാണുന്നു. There we see faith. പിന്നെ വീര്യം, And then we see virtue. പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദര പ്രീതി, സ്നേഹം എന്നിങ്ങനെ 8 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. We see knowledge, self-control, perseverance, godliness, and brotherly kindness. അതിലൊന്നാണ് ഇന്ദ്രിയജയം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And one of that is self-control. അല്ലെങ്കിൽ സംയമനം അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം എന്നുള്ളത്. And that is again self-control. സ്വയം നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ്. Self-control means to control oneself. എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയും അതുപോലെ തന്നെ എൻ്റെ പ്രവൃത്തികളും എൻ്റെ സംസാര രീതികളും എല്ലാം തന്നെ ഞാൻ അത് ദൈവഹിതപ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് സാധനമാണ്. It means that my thoughts, words, and deeds are submitted to God and is in control with Him. എൻ്റെ ചിന്തയും പ്രവൃത്തികളും എൻ്റെ ആഗ്രഹങ്ങളും നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് കഴിയണം. I should be able to control my thoughts and my desires. അതാണ് ഇന്ദ്രിയജയം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. And that is what self-control means. അതിന് ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കേണ്ട ആവശ്യമുണ്ട്. And for that the fruit of the Spirit must bear in our lives. ഈ ഇന്ദ്രിയജയം എന്നുള്ളത് ആത്മാവിന്റെ മറ്റെല്ലാ ഫലത്തോടും അത് വളരെ അത്യന്താപേക്ഷിതമായി അടുത്തിരിക്കുന്നു എന്ന് കാണാനായിട്ട്. And we see that self-control is very closely linked to all the other qualities of the fruit of the Spirit. നമുക്കറിയാം, ഒന്നാമതായിട്ടുള്ള ദൈവസ്നേഹം അത് വെളിപ്പെടുത്തുവാൻ സ്വയം നിയന്ത്രണം ആവശ്യമാണ്. And we know that the first one, which is love, self-control is required for that. നമ്മുടെ ആശയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ആസക്തിക്കും ഒക്കെ എതിരായിട്ട്, ആഗ്രഹത്തിനൊക്കെ എതിരായിട്ട് നാം നമ്മെ തന്നെ നിയന്ത്രിച്ച് ദൈവസ്നേഹം വെളിപ്പെടുത്തുവാനായിട്ട് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. And it is only through self-control that we will be able to bring out God's love by controlling our desires. സ്നേഹത്തിൽ നടപ്പിന് നാം വായിക്കും. And in Ephesians we read that we have to walk in love. രണ്ടാമത്തെ സന്തോഷം വെളിപ്പെടുത്തുവാനായിട്ട് ഇന്ദ്രിയജയം ആവശ്യമാണെന്ന് കാണാൻ. And secondly, to display joy, again self-control is required. ജീവിതത്തിന്റെ ദുഃഖകരമായ സന്ദർഭങ്ങളിൽ ആത്മീയ സന്തോഷം നാം അനുഭവിക്കണമെങ്കിൽ നാം മനഃപൂർവ്വമായിട്ട് നമുക്ക് ഇന്ദ്രിയജയം ഉണ്ടായിരിക്കണം, നിയന്ത്രണം പാലിക്കുന്നവരായിരിക്കണം എന്ന് കാണാൻ. We see that in the most difficult times of our lives, to show for joy, self-control is required. അതുപോലെ സമാധാനപാലം പുറപ്പെടുവിക്കണമെങ്കിലും ഇന്ദ്രിയജയം ആവശ്യമാണ്. Again, when peace is needed to be shown, self-control is required. നമ്മുടെ മനസ്സിലുള്ള സംഘർഷത്തിന് പരമായിട്ട് സമാധാനം ഉണ്ടാക്കുവാനായിട്ട് നാം സ്വയം നിയന്ത്രണം ഉള്ളവരായിരുന്നെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. And for us to control the despair in our lives and to have peace instead, self-control is again. സമാധാനം ഉണ്ടാക്കുന്നത് ഭാഗ്യവാന്മാരെന്നാണ് സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. We read in the Gospels that blessed are the peacemakers. ദീർഘക്ഷമമായ ആത്മാഫലത്തിന്റെ സ്വഭാവം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് നമുക്ക് ഇന്ദ്രിയജയം ആവശ്യമാണെന്ന് കാണാൻ. We see that even for long suffering, self-control is required. ഒരാളെ നാം പെട്ടെന്ന് വിധിക്കാതെ ക്ഷമയോടെ സഹിക്കുവാനായിട്ട് നമുക്ക് സ്വയം നിയന്ത്രണം ആവശ്യമാണ്.
And self-control is required for us to not convict somebody immediately, but patiently deal with them. ക്രിസ്തുവിന്റെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുക. And we see in Thessalonians to deal with everyone patiently. കരുണ അത് നമ്മുടെ ആത്മഫലത്തിന്റെ സ്വഭാവം നമ്മൾ കാണുവാനായിട്ടും സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. And again, kindness to be seen where self-control is required. നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കരുണയോടുകൂടി ചിന്തിക്കുവാനായിട്ട് അത് ആവശ്യമാണെന്ന് കാണുവാനായിട്ട്. We see that for us to consider someone else greater than ourselves, self-control is required. താഴ്മയോട് ഓരോരുത്തരും നാം നമ്മേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ എണ്ണണം എന്ന് നമുക്ക് ഫിലിപ്പിയനിൽ കാണുവാനായിട്ട്. We see that we have to see others greater than ourselves in the episode of the Philippians. അടുത്തതായി നന്മ എന്ന ആത്മാവിന്റെ ഫലം അതിനും ആ സ്വഭാവം നമ്മളിൽ ഉണ്ടായി വരുവാനായിട്ട് ഇന്ദ്രിയ ജയം ആവശ്യമാണ്. We see that again, for goodness to be seen in our lives, self-control is required. ജീവിതത്തിൽ തിന്മയുടെ പാത തിരഞ്ഞെടുക്കാതെ നന്മയുടെ പാത തിരഞ്ഞെടുക്കാനായിട്ട് അത് നമ്മെ സഹായിക്കും. And it enables us to choose good over evil. നാം വിശ്വസ്തരായിരിക്കുവാണെങ്കിൽ ആത്മഫലത്തിന്റെ സ്വഭാവം പുറപ്പെടുവിക്കുവാനായിട്ട് അവിടെ നമുക്ക് ഇന്ദ്രിയ ജയം ആവശ്യമാണെന്ന് കാണുന്നത്. And again, for faithfulness to be shown in our lives, self-control is required. സൗമ്യം എന്ന ആത്മഫലത്തിന്റെ സ്വഭാവം പുറപ്പെടുവിക്കുവാനായിട്ട് ഇന്ദ്രിയ ജയം നമുക്ക് ആവശ്യമാണ്. And also to show gentleness in our lives, self-control is required. നാം 2 തിമോഥെയോസിന്റെ 2-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ, കർത്താവിന്റെ ദാസൻ ശണ്ട കൂടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവരുമായി അത്രേ ഇരിക്കേണ്ടതെന്നാണ്. And in 2 Timothy chapter 2 verses 24 and 25 we read, and a servant of the Lord must not quarrel, but be gentle to all, able to teach, patient in humility, correcting those who are in opposition with God, perhaps will grant them repentance, so that they may know the truth. ഇന്ദ്രിയ ജയം എന്നുള്ളത് ആത്മാവിന് മറ്റേറ്റ സ്വഭാവ വിശ്വാസങ്ങളോടും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് കാണാനായിട്ട്. We see that self-control is very closely linked to all the other 8 characteristics of the fruit of the Spirit. ഇന്ദ്രിയ ജയം അത് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സ്വഭാവമായിട്ട്. And so we see that self-control is a very important quality to have. എന്നാൽ നമ്മളിവിടെ വളരെ പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു കാര്യമാണ് ഈ ഇന്ദ്രിയ ജയം എന്നുള്ളത്. But what we see in our practical lives is that it is often lowered in its value. നാം മറ്റുള്ളവരോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ വളരെ താളനിലയിൽ മറ്റുള്ളവരോട് നാം സംസാരിക്കുന്നവരാണ്. Many times when we speak to one another, we do not hold each other in the respect we ought to. അങ്ങനത്തെ ഒരു തലമുറയാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത്. And that is the kind of generation we see today. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സഹോദരന്മാരോടോ അല്ലെങ്കിൽ സഹോദരിമാരോടോ സംസാരിക്കുന്നതും പറയുന്നതിനും ഒക്കെ അങ്ങനെയുള്ള മറ്റുള്ളവരെ കരുതാതെ സംസാരിക്കുന്നതായിട്ട് കാണാനായിട്ട്. And many times our speech is in such a manner that we do not care for one another. നാം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് നാം മറ്റുള്ളവർക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഒരു കഴിവായിട്ടാണ് നാം പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. Many times we think that our ability to respond impulsively and angrily is seen as a skill. എന്നാൽ ദൈവം അത് കഴിവല്ല, അത് കഴിവില്ലായ്മയാണ് എന്നതിന് നമ്മളെ പഠിപ്പിക്കുക. But in fact, the word of God shows that it is not a skill, but in fact a weakness. ആത്മനിയന്ത്രണം എന്നത് ആത്മനിയന്ത്രണം ഇല്ലാത്തതുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത് നാം കാണാനായിട്ട്. It is because we do not have the self-control that the Spirit of God gives. ഈ ആത്മസംയമനം അല്ലെങ്കിൽ KJV ബൈബിളിലെ ഈ സെൽഫ് കൺട്രോൾ എന്നുള്ളത് ടെമ്പറൻസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട്. We see that in the KJV version of the Bible that the word temperance is used instead of self-control. അതിന് ആത്മനിയന്ത്രണം എന്ന അർത്ഥമുണ്ട്. And again the meaning of self-control is or spiritual control is there. മിതത്വം എന്നുണ്ട്, and moderation is there. മിതഭക്ഷണം എന്നുണ്ട്. And again controlled consumption is shown. അതിന് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു ആശയം ഇവിടെ കാണാനായിട്ട്. And also an abstinence against alcohol or drugs is shown. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 24-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, പൗലോസ് അവിടെ അഗ്രിപ്പ രാജാവിനോട് ഫെലിക്സിനോട് പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. We see in Acts chapter 20 and verse 24-25 where Paul is speaking to King Agrippa. അവിടെ ന്യായവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ നീതിയെക്കുറിച്ചും മാത്രമല്ല അവിടെ ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും പൗലോസ് സംസാരിക്കാനായിട്ടാണ്. And there he is not only talking about
judgment, but he's talking about self-control as well. അതിന് കാരണം ഒരുവൻ ദൈവവുമായിട്ട് ശരിയായ ജീവിതത്തിൽ ശരിയായ ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് സെൽഫ് കൺട്രോൾ ആവശ്യമാണ് എന്നുള്ളതാണ്. And for that, he's reminding that for us to have a relationship with God, self-control is required. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നത് അംഗം പൊരുതുന്നവനൊക്കെ വർജ്ജനമാചരിക്കുന്നു എന്ന് പറയുകയാണ്. കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ് അംഗം പൊരുതുന്നവർക്ക് എല്ലാവരും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു എന്ന് പറയുന്നു. But 1 Corinthians 9:15, but I have used none of these things, nor have I written these things, that should be done so to me, for it would be better for me to die than anyone should make me. ദൈവമക്കളായ നാം ഓട്ടക്കളത്തിലാണ് എന്ന് ഓർക്കണം. And we have to remember that children of God are in our race. അതുകൊണ്ട് നാം ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് വർദ്ധിക്കുവാനായിട്ട് പറയുന്ന സകല കാര്യങ്ങളും നാം വർദ്ധിക്കുവാനായിട്ട് ആവശ്യമാണ്. And so when we are in this race, we have to follow what God has asked us to follow. അത് ആത്മീയ രംഗത്തും അതുപോലെ തന്നെ ഭൗതിക രംഗത്തും അങ്ങനെ തന്നെയാണ് കാണാനായിട്ട്. We see that is the same in both the spiritual and the worldly perspective as well. ഇന്ദ്രിയ ജയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന 5 പ്രത്യേകമായ കാര്യങ്ങൾ എടുത്തു പറയാൻ അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എടുത്തു പറയുന്ന 5 കാര്യങ്ങളുണ്ട് എന്ന് കാണാനായിട്ട്. There are 5 special things that have to be spoken about self-control. അതിനകത്ത് ഒന്നാമതായിട്ടുള്ളത് അമിത ഭക്ഷണവും മദ്യപാനം. And the first thing is gluttony or use of alcohol. രണ്ടാമതായിട്ട് ജീവിത പങ്കാളികളോടുള്ള വിശ്വസ്തത. And secondly, the faithfulness to one's spouse. മൂന്നാമതായിട്ട് നാം കാണുന്നത് എല്ലായ്പ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന സാമാർഗികമായിട്ടുള്ള ഒരു പെരുമാറ്റം. And thirdly, the moral behavior one must have at all times. നാലാമതായിട്ടുള്ളത് ദ്രവ്യാഗ്രഹവും അതുപോലെ തന്നെ പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ. And thirdly, it is the greed or the financial transactions we have. അഞ്ചാമതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം. And fifthly, the useful, effective use of time. ഈ 5 കാര്യങ്ങൾ അത് വിശദമായിട്ട് ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. And I would desire in the will of the Lord to focus on these 5 things. നമുക്ക് അറിയാം ഈ 5 കാര്യങ്ങളും ഇന്ദ്രിയ ജയത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. And we see that for all these 5 things, self-control is required. അനേക കാര്യങ്ങൾ ഇന്ദ്രിയ ജയത്തിൽ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ എടുത്തു പറയുന്ന 5 കാര്യങ്ങളാണ് ഇതെന്ന് കാണുന്നത്. There are many things to talk about self-control, but these are 5 things that we must talk about. ഒന്നാമതായിട്ട് അമിത ഭക്ഷണവും മദ്യപാനം. Firstly, gluttony and the use of alcohol. അഥവാ ആത്മീയ സമ്പന്നം എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്ന മദ്യത്തോട് ഉള്ള ബന്ധത്തിലാണ് കാണാനായിട്ട്. And we see that there is a focus on okay, so temperance is very much controlled or connected to self-control. എന്നാൽ ഗ്രീക്ക് പദത്തിൽ അതിന്റെ ആശയം എന്നുള്ളത് നാം വേർപെടേണ്ടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കണമെന്ന് കാണാനായിട്ട്. But the meaning in the Greek is that we must stay away from or abstain from everything that we ought to stay away from. അത് മദ്യപാനത്തിൽ ബന്ധപ്പെട്ട് നാം രസിക്കുന്നതിൽ മാത്രമല്ല. But it is not just focused on alcoholism. ആ ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗവും അത് നമ്മെ നിബന്ധന നൽകുന്നതായിട്ട് കാണാനായിട്ട്. But we see there is a restriction on gluttony as well. അമിത ഭക്ഷണം അല്ലെങ്കിൽ അമിതമായ ഭക്ഷണത്തോടുള്ള അമിതമായ താല്പര്യം ദൈവം നമ്മെ ഉണ്ടാകരുതെന്നാണ് ആദ്യം നമ്മെ പഠിപ്പിക്കുന്നത്. And God desires that we must not have a great desire to consume food. നാം എല്ലാവരും ഈ വിഷയത്തിൽ നാം വിട്ടു നിൽക്കേണ്ടുന്നവരാണ്. Now we are all people who must abstain from such things. നമുക്ക് സദൃശവാക്യങ്ങൾ 23 വാക്യങ്ങൾ വായിക്കാം. Shall we read Proverbs chapter 23 and verses 20 and 21? അവിടെ വായിക്കുന്നത് നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജന പ്രിയരുടെ ഇടയിൽ ഇരിക്കരുത്. അതിന്റെ 21ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു കുടിയനും അതിപക്ഷകനും ദരിദ്രനായി തീരും. Do not mix with wine bibbers or with gluttonous eaters of meat, for the drunkard and the glutton will come to poverty, and drowsiness will clothe the man with rags. 28ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Shall we come to chapter 28? 28 verse 7. അവിടെ നോക്കാണ് അതിപക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു എന്നുമായി. Whoever keeps the law is a discerning son, but a companion of gluttons shames his father. ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൽ കിടന്നപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും അനേക ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് അവിടെ അനുഭവിക്കുന്ന കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
We see that in Philippians chapter 3, Paul weeps about the many who have become enemies against the cross. അവരുടെ വായിക്കുന്ന അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് എന്ന് നമ്മൾ വായിക്കും. And we see that their end is destruction and their God is their belly. ലജ്ജയായി അവർക്ക് മാനം തോന്നുന്നു, അവര് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. And they take great pride in the things that are shameful, and they set their minds on earthly things. എന്നിട്ട് 20-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണെന്ന് പറയുക. And in verse 20 he says, but our citizenship is in heaven. നാം വ്യത്യസ്തനായ ഒരു കൂട്ടം ജനമാണ്. We are a special people. നാം ക്രൂശിന്റെ അനുയായികളാണ്. We are the followers of the cross. നാം സ്വർഗീയ പൗരന്മാരാണ്. We are the citizens of heaven. ആ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവരെ പോലെ തിന്നു കുടിച്ച് ആനന്ദിച്ച് നടക്കുവാനായിട്ട് നമുക്ക് അനുവാദമില്ല എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. And Paul reminds us that we have no right to be like the enemies of the cross, to eat and drink and live for this world. ഒരുപക്ഷേ വിശ്വാസികളുടെ ഇടയിൽ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഐക്യം കാണാനായിട്ട്. Perhaps these are very simple things that are seen in the eyes of the believers. വളരെ പാപമായിട്ട് തന്നെ നാം ഒരുപക്ഷെങ്കിൽ ചിന്തിച്ച് കാണുകയില്ല. Many times we do not even see this as a sin. എന്നാൽ നമ്മുടെ ഇടയിൽ മാത്രം ലോകത്തിലുള്ള സകല ക്രിസ്ത്യാനികളുടെ ഇടയിലും ഈ തിന്നുക കുടിക്കുക എന്നുള്ളത് അതൊരു പാപമായിട്ട് ആരും കരുതുന്നില്ല എന്ന് കാണുവാനായിട്ട്. But not just among us, but among all the Christians of the world, eating and drinking is never seen as a sin. എന്നാൽ മദ്യപാനത്തിനെതിരെ സകല പുതുനിയമ സഭകളും വളരെ ശക്തമായിട്ട് തന്നെ എതിരായിട്ട് നിലകൊള്ളുന്നതായിട്ട് കാണാൻ കഴിയും. But against alcoholism, all the New Testament churches are standing against. എന്നാൽ അമിത ഭക്ഷണത്തെ പറ്റി ആരും സംസാരിക്കാറില്ല, പറയാറില്ല, പഠിപ്പിക്കാറില്ല എന്ന് കാണാൻ കഴിയും. But we see that nobody talks about or teaches about gluttony. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം ഭക്ഷണം കഴിക്കുന്നതിൽ നാം നിയന്ത്രണം ഉണ്ടാകണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കും. But the word of God reminds us that we ought to have self-control when it comes to eating. അതിനകത്തോടെ നമ്മൾ പലരും ശാരീരികമായ അസ്വസ്ഥതയുള്ളവരായി തീർന്നിരിക്കുകയാണ്. And because that is not there, many of us are physically weak. എന്നാൽ തിരുവചനം ഈ മദ്യപാനത്തെയും അതുപോലെ തന്നെ ഈ അമിത ഭക്ഷണത്തെ ഒരുമിച്ചാണ് ചിന്തിക്കുന്നത്, കാണുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. And we see that the word of God connects alcoholism and gluttony in one connection. അത് മാത്രമല്ല, രണ്ടിനെയും ഒരുപോലെ തന്നെ അപലപിക്കുന്നതായിട്ട് കാണാൻ, ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാം. And we see that both are rebuked. നമ്മൾ ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന് 18 മുതൽ 21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Shall we turn to Deuteronomy chapter 21 verses 18 to 21? If a man has a stubborn and rebellious son who will not obey the voice of his father or the voice of his mother, and who, when they have chastened him, will not heed them, then his father and his mother shall take hold of him and bring him out to the elders of his city, to the gate of his city, and they shall say to the elders of the city, this son of ours is stubborn and rebellious. He will not obey our voice. He is a glutton and a drunkard. അവിടെ ശടയും മത്സരിയുമായ ഒരു മകനെ മാതാപിതാക്കന്മാർ നേരിടുന്ന രംഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. There we see a stubborn and rebellious son dealt with by his parents. അവനെ നമുക്ക് കാണുന്ന ശടയനാണ്, മത്സരിയാണ്, അനുസരണമില്ലാത്തവനാണ്, തിന്നിയാണ്, കുടിയനാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. We see there the parents are saying that a son of ours is stubborn and rebellious. He will not obey our voice. He is a glutton and a drunkard. ആ പുത്രനെതിരായിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. We hear these accusations against the son. 5 ആരോപണങ്ങളാണ് ആ പുത്രനെതിരായിട്ട് അവിടെ ചെയ്യുന്നത് എന്നാണ്. There are 5 such accusations here. അത് ആദ്യത്തെ 2 നാം കാണുന്നത് ശടയൻ, മത്സരി എന്നുള്ളത്. The first 2 are being stubborn and rebellious. അത് അവന്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയും. And there that shows his character. അതവന്റെ സ്വഭാവമാണ്. And that is who he is. അതിന്റെ രണ്ടാമത്തെ 3 അനുസരണം കെട്ടവൻ, തിന്നി, കുടിയൻ, അത് അവന്റെ പ്രവൃത്തിയാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. And second, the final 3 are disobedience, gluttony, and drunkenness. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്, what we must understand from this is, നാം അമിതമായിട്ട് ദൈവവചനത്തിന് പുറത്ത് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചോളം അതെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ വരുമ്പോൾ 2 തലക്കെട്ടിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. What we have to understand is that whatever we do outside the word of God, these 2 things fall under 2 headings. അത് ഒന്ന് ശടൻ എന്നുള്ള ഇതില കാറ്റഗറിയിൽ വരും. First will fall under the stubbornness category. രണ്ടാമത് മത്സരി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതായിട്ട് കാണാനായിട്ട്. And secondly it will fall under the rebellious category. ഈ 2 കുറ്റത്തിനും മോശയുടെ ന്യായപ്രമാണം മരണശിക്ഷയാണ് എന്ന് കാണാനായിട്ട്. And both under the law of Moses deserves death. 21-ാം വാക്യത്തിൽ
നാം വായിക്കുന്ന പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് വായിക്കുകയാണ്. And verse 21 says that all the men of the city shall stone him to death. സ്വയം നിയന്ത്രണം എന്നതുകൊണ്ട് വളരെ വിപുലമായ ആശയമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. And that this is what self-control teaches us. എല്ലാവിധമായ അമിതമായ കാര്യങ്ങളും എന്തുമായിക്കോട്ടെ, എല്ലാവിധമായ അമിത കാര്യങ്ങളും ഈ രണ്ട് കാറ്റഗറിയിൽ, രണ്ട് ഹെഡിങ്ങിൽ വരുന്നതാണ് കാണുവാൻ കഴിയും. ഷടയം, അതുപോലെ തന്നെ മത്സരി എന്ന രണ്ട് തലക്കെട്ടിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയും. We see that all things that are practiced in excess falls under two categories, being stubborn and rebellious. നമ്മുടെ ജീവിതത്തിൽ പ്രിയരെ നിയന്ത്രണം വേണ്ടുന്ന അനേക കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. And dear beloved ones, we have to remember that we should have self-control in our lives. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അനേക കാര്യങ്ങളിൽ നാം ദൈവത്തിന്റെ പരിധി വിട്ട് വളരെ ദൂരവേ പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. Many times, if we were to examine ourselves, we have gone far from where God has asked us to be. ഇന്ദ്രിയ ജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയും നമ്മൾ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ദൈവവചന പ്രകാരം നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. And we must be able to practice self-control in our lives, and we should put it into practical use in our lives. തത്വചിന്തകനായ എപ്പിക്യൂറസിന്റെ സിദ്ധാന്തമാണ് ജീവിതം സുഖഭോഗത്താൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള സിദ്ധാന്തം. And the philosophy of Epicurus was to eat, drink and make merry. നാളെ നാം ചാകുമല്ലോ എന്നുള്ളതാണ് ഇതാണ് ലോക സിദ്ധാന്തം. And this was the philosophy of the world, that tomorrow we will die. പൗലോസ് 1:15-32 നാം സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. But Apostle Paul in 1 Corinthians chapter 15:32 says like this. അവിടെ നാം കാണുന്നത് മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. And if the dead do not rise, let us eat and drink, for tomorrow we die. തികച്ചും ഈ ദൈവികമായ സിദ്ധാന്തമായി തന്നെ കാണാനായിട്ട് കഴിയും. We see that this is completely what Paul is teaching is the godly teaching. നാം വിശ്വസിക്കുന്ന ദൈവം അവർ മരിച്ചു ഉയർത്തുന്ന ദൈവമാണ്. And the Lord that we believe in is the one who has risen. മാത്രമല്ല അവൻ നമ്മെ ഉയർപ്പിക്കുമെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. We also believe that he will raise us as well. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളത് മരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, മരിച്ചു ജീവിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് കാണാനായിട്ട് കഴിയും. And so eating and drinking is for the ones who are going to die, not for the ones who have already died and have risen again. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് ഒരുവനെ കാണാൻ കഴിയും. അവന് അനേക ധനസംഭാവന നടത്തിയിട്ട് അവൻ തന്നോട് തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And we see in Luke chapter 12 that of the rich man who was and says this to himself. അനേക ആണ്ടുകൾക്ക് മതിയായ കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കി എന്ന് തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. And he says, you have many goods laid up for many years, take your ease, eat, drink and be merry. ഇതൊക്കെ നമ്മുടെ ആവശ്യം എന്നറിഞ്ഞ് ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. And these are things that God understands as our needs and gives us. അതിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. We see that God does not desire us to find merriness in that. അതുകൊണ്ട് മദ്യപാനവും അതുപോലെ അമിത ഭക്ഷണവും ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അതിനെ അനുകൂലിക്കുന്നില്ല, ദൈവം അത് അനുവദിക്കുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. We see that God does not permit us to go ahead with gluttony or alcoholism. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാഗത്ത് കുറവുകളുണ്ടെങ്കിൽ നാം അത് പരിഹരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. And so if there are any shortcomings in our lives, the Lord desires that we correct it. സ്വയം നിയന്ത്രണം ആവശ്യമായിരിക്കുന്ന രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുള്ള വിശ്വസ്തതയാണ്. And the second aspect of self-control, where self-control is required, is the faithfulness among spouses. 1 Corinthians 7:2 നാം ഇങ്ങനെ വായിക്കുന്നു. 1 Corinthians 7:2 we read. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. Nevertheless, because of sexual immorality, let each man have his own wife, and let each woman have her own husband. ഭർത്താവിന് ഭാര്യ സ്വന്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And we see that the wife is the husband's own. അതുപോലെ തന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് സ്വന്തമാണ് എന്ന് കാണുക. And the wife belongs to the husband. ഇതിന് പുറത്ത് ഒരു ബന്ധം ഉണ്ടാകുവാനായിട്ട് ദൈവം അനുശാസിക്കുന്നില്ല. And God does not permit any other relationship outside of this. തന്റെ യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നത് മലാക്കിയുടെ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. And in Malachi we see that a man should be faithful to the wife of his youth. യഹോവ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നു എന്നാണ് നാം മലാക്കിയിൽ വായിക്കുന്നത്. And we read that God has stood as a witness between you and your wife. അവരുടെ ദൈവം
നമ്മുടെ കുടുംബ ജീവിതത്തെ നിരീക്ഷിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. We have to remember that God is observing our family lives. ആ വിവാഹത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള നിയമങ്ങൾക്കും ബന്ധങ്ങൾക്കും അപ്പുറമായിട്ട് നാം ഒരിക്കലും പോകാനായിട്ട് പാടില്ല. And we must never go outside the laws and relationship that God has permitted within the family. യാതൊന്നും അങ്ങനെ സംഭവിക്കുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാകുവാനായിട്ട് പാടില്ല. And God does not permit any of that, and it should not be the case. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Shall we turn to Hebrews chapter 13 and verse 4? അവിടെ നാം കാണുന്നത് വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് കാണുകയാണ്. There we see marriage is honorable among all. എന്നിട്ട് ദൈവം സകല മനുഷ്യരോടും വിശ്വാസികളോടും അതുപോലെ തന്നെ അവിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമാണ് വിവാഹം ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ പവിത്രതയോടെ നാം സൂക്ഷിക്കണം എന്നുള്ളത്. And the Lord speaks to believers and unbelievers equally that marriage is something that should be kept in honor and purity. അത് ഏറ്റവും ആദരവോടെ നാം കാണുകയും അങ്ങനെ നാം അത് കൊണ്ടുപോവുകയും ചെയ്യണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And God desires that we see it in the highest form of dignity and carry it forward that way. ഇത് എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യരോടും. And this is the case for all men. ദൈവത്തിന്റെ ദൈവം ആവശ്യപ്പെടുന്ന നാം കാണാനായിട്ട്. And God demands this of all men. ദൈവത്തിന്റെ സാർവത്രികമായ ഒരു അഭ്യർത്ഥനയാണ് എന്നത് കാണാനായിട്ട്. And this is a command universally to all. വിവാഹത്തെ അശുദ്ധമാക്കുന്നതിന് ദൈവം തന്നെ സ്വന്തം വിധി പ്രഖ്യാപിക്കുന്നതിലൂടെ ദൈവം വിവാഹത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതായിട്ട് നാം കാണാനായിട്ട്. We see that God is the one who will judge, and He is the one who desires purity in marriage. അതുകൊണ്ട് ആ പ്രഖ്യാപനം എന്നുള്ളത് അവിടെ തന്നെ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദുർനടപ്പുകാരനെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. And we see that God is the one who will judge the fornicators and the adulterers. വിശുദ്ധ വിവാഹം അത് ദൈവിക സ്ഥാപനത്തോടെ അനാദരവ് കാണിക്കുന്ന എല്ലാവരും കുറ്റക്കാരാണ്. We see that everybody who defiles the holy matrimony stands against God. ഈ സ്ഥാപനം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. And God desires that this institution is preserved. അതുകൊണ്ടാണ് ദൈവം ന്യായം വിധിക്കും എന്ന് പറയുന്നത്. And that is why God says He will judge. ശക്തമായ ഒരു മുന്നറിയിപ്പാണ് എന്ന് കാണാനായിട്ട് കഴിയും. And that is a very firm warning. ദൈവം വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. And God is reminding us that He is in our family lives. ദാമ്പത്തിക ജീവിതത്തെ തകർക്കുന്ന ഒരു അശുദ്ധ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. And there should be no immoral thing that may destroy our family. ദൈവം വ്യക്തിപരമായിട്ട് അതിനെ വിധിക്കും എന്നുള്ളത് ഞാൻ പറയുകയാണ്. And God very clearly says that He will judge it. ദൈവം അതിന്റെ ശിക്ഷാക്രമം അവൻ ഏറ്റെടുക്കും എന്നവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. And we see that He will be the one who passes judgment on that. വിവാഹം ദൈവത്തിന് മുമ്പാകെ വളരെ പവിത്രമായ ഒരു വിഷയമാണ്. And marriage is something very precious in the eyesight of the Lord. അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും പവിത്രമായ ഒന്നാണ് എന്ന് കാണാനായിട്ട് കഴിയും. And this is the case with regards to the church as well. അതിനകത്ത് യാതൊരു അശുദ്ധിയും കൊണ്ടുവരാനായിട്ട് ആരും ശ്രമിക്കുവാനായിട്ട് പാടില്ല. And no uncleanness must be brought in by anyone. ഒരു അശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ കാണാനായിട്ട്. And God desires that we know impurity of അങ്ങനെ ദൈവം അവനെ ശിക്ഷിക്കും എന്നാണ് ദൈവം രേഖപ്പെടുത്തുന്നത്. And if that is the case, God will judge. ഒരു വേർപിരിച്ചിലോ അശുദ്ധിയോ വിവാഹ ജീവിതത്തിൽ ദൈവം സഹിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുക. And God does not permit any sort of separation or impurity in marriage. ദൈവം താൻ തന്നെ ആ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. And we see that God intervenes directly for such matters. വിവാഹത്തിലൂടെ ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് എന്ന് കാണാനായിട്ട് കഴിയും. And it is everyone's responsibility to honor God through marriage. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ടായിരിക്കണം നമ്മുടെ വിവാഹം കൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം. And God desires that His name may be glorified through our marriages. നമ്മുടെ കുടുംബജീവിതം ദൈവത്തിന് ബഹുമാനമുള്ള കുടുംബജീവിതങ്ങളായിരിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. And God desires that our marriages will bring honor to Him. വിശ്വാസികളുടെയും അവിശ്വാസികളെയും സംബന്ധിച്ചോളം ഇങ്ങനെ തന്നെയാണ് കാര്യം എന്ന് കാണുവാനായിട്ട് കഴിയും. And we see that this is the case both for believers and unbelievers. മൂന്നാമതായിട്ട് നാം നമ്മുടെ ധാർമ്മിക പെരുമാറ്റം, അതായത് നമ്മുടെ ധാർമ്മിക പെരുമാറ്റം നമ്മുടെ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. And thirdly, it speaks of self-control, speaks us of how our moral behavior must be at all times. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ സകല പ്രവൃത്തികളിലും വെളിവായി വരണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
God desires that Christ is displayed in all aspects of our അത് lives. നമ്മുടെ കാഴ്ചയിലായിക്കോട്ടെ, നമ്മുടെ പ്രവൃത്തിയിലായിക്കോട്ടെ, നമ്മുടെ സംസാരത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ, ഇടപെടലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങൾ കാണുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God desires that Christ is seen in every aspect of our life, whether it is our sight, our words, our deeds. 2 കൊരിന്ത്യർ 3:3 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. And 2 Corinthians 3:3 we read, ഞങ്ങളുടെ ശുശ്രൂഷയിലുണ്ടായ ക്രിസ്തുവിന്റെ പുത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. Clearly you are an epistle of Christ, ministered by us, written not with ink, but with the Spirit of the living God, not on tablets of stone, but on tablets of flesh, as of the heart. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നമ്മെ എല്ലാവരെയും കുറിച്ചും ദൈവമക്കൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And God desires that our lives reveal Christ. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. And God desires that a life where Christ lives in us. ഒരു പുതിയ മനസ്സോടെ, അല്ലെങ്കിൽ പുതുക്കിയ മനസ്സോടെ രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നമ്മൾ കൊണ്ടുവരുന്നതാണ്. That we may have renewed minds and transformed lives. അവിടെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 9 മുതൽ 21 വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് സ്നേഹം നിർവ്യാജമായിരിക്കണം എന്ന് 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. And we see in Romans chapter 12 and verse 9 that our love should be pure. അത് കഴിഞ്ഞിട്ട് 9 മുതൽ 21 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ അതോട് ചേർത്ത് പൗലോസ് ഓർപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട്. And we see the verses following that few things are mentioned there. അവിടെ വായിക്കുന്നത് ഒന്നാമത് പറയുകയാണ് തിന്മയെ വെറുക്കുക എന്ന് പറയുകയാണ്. Firstly, in verse 9 it says to abhor what is evil. നാം ജീവിതത്തിൽ നാം ചെയ്യേണ്ടുന്ന നാം പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. And Paul reveals what God desires in our lives, that what we are to do in our lives. തിന്മയെ വെറുക്കുന്നവരായിരിക്കും. Firstly, we must be the ones who abhor what is evil. മാത്രമല്ല നാം നല്ലതിനെ മുറുകെ പിടിക്കണം എന്ന് പറയുകയാണ്. And secondly, we must cling to what is good. നാം സഹോദരത്തിൽ നിലനിർത്തണം എന്ന് ഓർപ്പിക്കുകയാണ്. And we must also maintain brotherly love. നാം പരസ്പരം ബഹുമാനിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. And we must honor one another. പ്രത്യാശയിൽ നാം സന്തോഷിക്കണം എന്ന് ഓർപ്പിക്കുന്നു. And we must rejoice in hope. കഷ്ടതയിൽ നാം സഹിഷ്ണുത കാണിക്കണം എന്ന് അവിടെ And രേഖപ്പെടുത്തിയിരിക്കുന്നു. be patient in tribulation. അതുപോലെ തന്നെ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് നാം കൂട്ടായ്മ കാണിക്കണം എന്ന് നാം കാണണം. And we must show hospitality to the ones who are in need. അതിസഹായം നാം ചെയ്യണം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. And again, we have to be given to hospitality. നാം ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട്. And we must bless those who persecute us. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുക. And to rejoice with those who rejoice. കരയുന്നവരോടുകൂടി കരയുക. Weep with those who weep. പരസ്പര സ്നേഹത്തിൽ ജീവിക്കുക. And to live with same mind toward one another. നാം താഴെ വായിക്കുന്നുണ്ട്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരിക്കുക എന്നതാണ്. And do not repay one evil for evil. സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവാനാണ് അവരെ ആഹ്വാനം ചെയ്യുക. And to live peaceably with all men. പ്രതികാരം ചെയ്യാതിരിക്കുവാനാണ് പറയുക. And not to avenge ourselves. പ്രതികാരം നാം ദൈവകോപത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുക. And we are reminded to leave vengeance to the Lord. മറിച്ച് ധാരാളിക്കുകയാണ്, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവനെ ഭക്ഷിക്കുവാൻ കൊടുക്കുക എന്ന് പറയുക. And on the contrary, we have to feed our hungry enemy. ദാഹിക്കുന്നു എങ്കിൽ അവൻ കുടിക്കുവാൻ കൊടുക്കുക എന്ന് പറയുക. And if he is thirsty, to give him a drink. അതിൽ അവസാനം തന്നെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. And finally, he concludes in verse 21. തിന്മയോട് തോൽക്കാതെ നന്മയാൽ Do not be overcome by evil, but overcome evil with good. ഈ ഭാഗം നാം തുടർമാനമായിട്ട് നാം വായിക്കേണ്ട. This is a portion that we must read repeatedly. റോമാലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. If we read Romans chapter 12 in our lives, there will be a great change. അനേക കാര്യങ്ങൾ നാം ചെയ്യുന്നത് നാം അത് സാധാരണയാണ് എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ദൈവത്തിന്റെ അതിരുകൾ വിട്ട് വളരെ അകന്ന് കടന്നു പോയിരിക്കുന്നത് നാം കാണാം. Many times there are things that we do in our lives which we think are perfectly normal, but we are completely outside the boundaries of what God has permitted. കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. In Colossians chapter 3 and verse 12 we read. 12-ാം നാം വായിക്കുന്നു. Those who have been chosen of God, holy and beloved, put on a heart of compassion, kindness, humility, gentleness and patience, bearing with one another, forgiving each other. Whoever has a complaint against anyone, just as the Lord forgave you, so also should you.
നമ്മുടെ മനസ്സിലെ താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്ന് ധരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുക. And we are reminded to put on tender mercies, kindness, humility, meekness, long suffering. ഒരുവനും വഴക്കുണ്ടായി കഴിഞ്ഞാൽ നാം തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും എന്ന് നമ്മൾ വായിക്കണം. And we are also reading that if anyone has a complaint against each other, to forgive one another. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. Just as Christ forgave us, we are also. ക്രിസ്തുവാണ് ഇവിടെ മാതൃകയായിട്ട് നാം കാണുന്നത്. We see Christ as our example. നമ്മുടെ മാനദണ്ഡം എന്നുള്ളത് ക്രിസ്തുവാണ്. And we see Christ as our example. ക്രിസ്തുവിന് എല്ലാ സ്വഭാവങ്ങളും നമ്മളുണ്ടായിരിക്കും. And all the characteristics of our Lord should be seen in our lives. ഒരു ക്രിസ്ത്യാനിയുടെ മാതൃക എന്നുള്ളത് ക്രിസ്തു മാത്രമാണ്. And we see that Christ is our only model. അല്ലാതെ വേറൊരു മാതൃകയും നമ്മെ പിന്തുടരുവാനായിട്ട് പാടില്ല. And we must not follow any other example. നമ്മൾ നാലാമതായിട്ട് നമ്മുടെ സെൽഫ് കൺട്രോളിനുള്ള ബന്ധത്തിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കേണ്ട ഒരു ഏരിയ എന്നുള്ളത് നമ്മുടെ പണത്തോടും പണസംബന്ധമായ ഇടപാടുകളോടും ഉള്ള നമ്മുടെ സമീപനം. And fourthly, with regard to self-control, another aspect is the financial transactions we have in our life. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Shall we read Luke chapter 16 and verse 11? വായിക്കുന്നത് ഞാനത് പറയാം. നിങ്ങൾ അനീതിയുള്ള മാമൂലിൽ വിശ്വസ്തരായിരിക്കുന്നില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആരോ പരിവേൽപ്പിക്കുന്നു. And there we read that if you have not been faithful in unrighteous mammon, who will commit to you your trust, the true riches? തുടർന്ന് അന്യായമായത് വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? And if you have not been faithful in what is another man's, who will give you what is your own? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് കഴിയില്ല. You cannot serve God and mammon equally. അത്യല്പത്തിൽ വിശ്വസ്തനായ അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തൻ നാം വായിക്കും. He is faithful in a little, will be faithful in much more. പണസംബന്ധമായ കാര്യങ്ങളിൽ നമുക്ക് ഇടപാടുകളിൽ ഉണ്ടായിരുന്ന വിശ്വാസത ദൈവത്തെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് കാണുവാനായിട്ട്. We see that God gives great priority or importance to being sure faithfulness in regards to finances. ദൈവമക്കളെ സംബന്ധിച്ചോളം നമ്മൾ എല്ലാ ഇടപാടുകളിലും സാമ്പത്തിക ഇടപാടുകളിലും നാം വിശ്വസ്തത പാലിക്കണം എന്ന് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. God desires that all our financial transactions should be done faithfully. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ സഞ്ചിയിൽ രണ്ടു തരം തൂക്കം ഉണ്ടാകുവാനായിട്ട് പാടില്ല. And in Deuteronomy we read that you should not have diverse weights. അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ രണ്ടു തരം പറ ഉണ്ടാകുവാനായിട്ട് പാടില്ല. And in your house you should not have two kinds of bushel. നമ്മുടെ പല സാമ്പത്തിക ഇടപാടുകളും ദൈവം മുമ്പാകെ ആത്മാർത്ഥത ഉള്ളതായിരുന്നു ഉണ്ടായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിരുന്നു. And we must ask ourselves that we have been faithful in all these aspects. റോമാലേഖനം 11-ാം അധ്യായത്തിന് പൗലോസ് ഓർപ്പിക്കുന്ന എല്ലാവരോടും ഉള്ള ബാധ്യത നാം തീർത്തിരിക്കണം. ആരോടും കടക്കാരായിരിക്കരുത് എന്ന് നമുക്ക് കാണാനായിട്ട്. And in Romans chapter 13 it is reminding us that we must not be debtors to anyone. നാം നികുതി കൊടുക്കേണ്ടവർ നികുതി കൊടുക്കണം. And to whom we ought to give. നാം ചുമ കൊടുക്കുന്നവർ ചുമ കൊടുക്കണം. Tax to whom taxes. നാം ഭയം കാണിക്കേണ്ടവർക്ക് ഭയം കാണിക്കണം. And reverence to those who. അതുപോലെ തന്നെ മാനം കാണിക്കേണ്ടവർക്ക് മാനം നൽകണം. ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ കടമ നിർവഹിക്കണം എന്ന് നമുക്ക് കാണാം. And honor to those whom honor is required. We must show this as Christians. പൗലോസ് കൊരിന്ത്യർ എഴുതുമ്പോൾ താൻ ഓർപ്പിക്കുകയാണ്, നാം ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും അതുപോലെ ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരുമാണ് എന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. And Apostle Paul reminds us that we are stewards of the mystery of God. അങ്ങനെ നാം നമ്മെ തന്നെ എണ്ണേണ്ടതായിട്ടുണ്ട്. And we must count ourselves in that manner. ആ ഗൃഹവിചാരന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. And what God desires of stewards is faithfulness. തിരുവനന്തപുരം അതുപോലെ തന്നെ പണത്തിന്റെ ഇരുണ്ട വശത്തെ കുറിച്ചും തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട്. And the word of God teaches us of the two sides of money. അനേക The dark side of money. അത് നമുക്ക് മുന്നറിയിപ്പായിട്ട് നമുക്ക് തന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട്. And great warning is shown there. ദൈവാഗ്രഹം സകല ദോഷത്തിനും കാരണം തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. And we see that the love of money is the root of all evil. ദൈവാഗ്രഹം കൊണ്ട് ചില വിശ്വാസത്തിൽ നിന്ന് വീണുപോയി കാണാനായിട്ട്. And we see that many have fallen away from the faith because of this. ചിലർ പലവിധമായ ദുരിതങ്ങൾക്ക് ജീവിതത്തിൽ വിധേയരായിത്തീരുന്നു എന്ന് നാം കാണുന്നു. And we see that because of this many have fallen to great calamity. ആയതിനാൽ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിട്ടിരിക്കണം.
And therefore we must be very careful in those matters. പണത്തെ നാം ഒരിക്കലും ആരാധിക്കുവാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് ഇടവരരുത്. We must never worship or love money. ഈ ലോകത്തിൽ നമ്മുടെ സൗകര്യത്തിനായിട്ട് നമ്മുടെ ജീവിത സൗകര്യത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്നതാണ് പണം എന്നുള്ളത്. And it is only given for our comfort in this world. അത് ഈ ലോകത്തിൽ മാത്രം ഉപകരിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. And we must remember the great truth that it is valuable only in this world. We cannot take it outside this ഈ world. ലോകത്തിൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന സത്യം നാം മറന്നുപോകരുത്. And we should not forget the fact that it is useful only in this world. സദൃശമായിട്ടുള്ള അറിയുവാണ് നിന്റെ ദൃഷ്ടി പണത്തിന്മേൽ പതിയുന്നുണ്ട്, അത് പറന്നു പോകുമല്ലോ എന്ന് നമ്മൾ വായിക്കാം. And in Proverbs we read that why is your eye or sight upon money, it will fly away very quickly. പൗലോസ് ഞാൻ ഫിലിപ്പിലെ എഴുത്തിൽ ഞാൻ പറയുന്നത് തനിക്ക് കൊടുത്ത കൂട്ടായ്മയെ സംബന്ധിച്ച് അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ സഹോദരന്മാരോട് ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു എന്ന് പറയും. And when he receives the fellowship from the believers in Philippians, he says that he has everything he needs in abundance. എന്നാൽ പൗലോസ് സഹോദരന്മാരെ ഉദാരമായിട്ട് ദാനം ചെയ്യുവാനായിട്ട് ഉദ്ബോധിപ്പിക്കുന്നതായിട്ടാണ്. And then again he exhorts them to give. അവൻ ദാനം ചെയ്യുമ്പോൾ ആ പണത്തിന്റെ ആഗ്രഹം, അതിന്റെ ശക്തി, നമ്മളിലുള്ള ആഗ്രഹം, ആ ഗ്രീഡ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. And when we give the money that we have received, our greed for money will reduce. 2 Corinthians 9:6-9 വരെയുള്ള വാക്യങ്ങളില് പണത്തോടുള്ള ബന്ധത്തിൽ ചില നിബന്ധനകൾ, തത്വങ്ങൾ അവിടെ നിർത്തുന്നതായിട്ട് പൗലോസ് കാണുന്നത്. And 2 Corinthians 9:6-9, certain laws or restrictions with regards to money is mentioned. ലോഭമായി കിടക്കുന്നവൻ ലോഭമായി പോയി. And he who sows sparingly will reap ധാരാളമായി കിടക്കുന്നവൻ ധാരാളമായിട്ട് പോയി. He who sows bountifully will reap bountifully. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് കൊടുക്കട്ടെ എന്ന് പറയുകയാണ്. So let each one give as he purposes in his heart. മാത്രമല്ല സങ്കടത്തോടെ കൊടുക്കാനായിട്ട് പാടില്ല, And not grudgingly, നിർബന്ധത്താൽ വരുന്നത് എന്ന് പറയുക. nor of necessity. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് ആ പ്രിൻസിപ്പിൾ നമുക്ക് കാണാനായിട്ട്. We see the principle that God loves the cheerful giver. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോൾ 114 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു കോട്ട് നമുക്ക് കാണാൻ കഴിയും. അവൻ ആരി വിതറി ദരിദ്രം കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. And we see in Psalm 112 that he gives in abundance. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും എന്ന് അവിടെ നമുക്ക് കാണാം. We see that his righteousness will last forever. ക്രിസ്ത്യാനികളെ നല്ല കാര്യവിചാരകന്മാരായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. And Christians have been called to be good stewards. ദൈവം നമ്മെ ഓരോരുത്തരെയും അനേക കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. And God has entrusted us with various things. നമ്മുടെ സമയം, നമ്മുടെ കൃപാവരങ്ങൾ, നമ്മുടെ ധനം, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്തുകളെല്ലാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് മനസ്സിലാക്കുവാനായിട്ട്. We must remember that everything that God has given us has a purpose. നാം തന്നെ നിയന്ത്രിക്കണം എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. And God desires that we have self-control in our lives. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹകരണം, അത് നമ്മുടെ സഹകരണം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാനായിട്ട് കഴിയില്ല. And without our cooperation, the Spirit of God cannot do that in our lives. അതുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. And God desires that we carry out that responsibility as He has entrusted it to us. ആ സമയം കടന്നു വരുന്നുണ്ട്, നമ്മൾ ഇവിടെ നിർത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നാം ദൈവത്തിന് പ്രസാദമുള്ള പ്രയോജനമുള്ള ആത്മീക സവിശേഷതകൾ, ആത്മബലത്തിന്റെ സവിശേഷതകൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. May the Lord help us in the coming days to be able to bear the fruit of the Spirit in our lives. ദൈവാത്മാവിന്റെ സഹായത്തിലല്ലാതെ നമുക്ക് സാധ്യമാകില്ല. We cannot do this without the help of the അത് Spirit. തിരുവചനം ധ്യാനിക്കുക, പഠിക്കുക, പഠിച്ച കാര്യങ്ങളിൽ നാം നിലനിൽക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരേ ഒരു മാർഗം. And the only way for that is to meditate on the Word of God and to apply what we have. മാത്രമല്ല പ്രാർത്ഥനയിൽ നാം സമയം ചെലവഴിക്കുന്നവരായി, And not only that, to spend time in prayer. നാം മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കുന്നവരായി, And we must have fellowship with one another. പിതാവത്ത പരിശുദ്ധാത്മാവിന് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കും. And we must have fellowship with the triune God. സർവവിശ്വാസികളുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കും. With the fellow brethren also fellowship. അച്ചടക്കത്തിൽ നാം നമ്മെ തന്നെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. And we must also bring ourselves in order and discipline. നാം നമ്മെ തന്നെ ഇന്ന് രാത്രി പരിശോധിക്കുക. Let us examine ourselves. ഏതെങ്കിലും ആത്മാവിന്റെ ഫലം നമുക്ക് കുറവുണ്ടെങ്കിൽ അത് ലഭിക്കുവാനായിട്ട് ഒരു ദിവസം പ്രാർത്ഥനയോടെ ജീവിക്കുവാനായിട്ട് നമ്മെ സഹായിക്കും. If any of the qualities of the Spirit of God or the fruit of the Spirit is less in us, let us pray that the Lord will provide for us. May the Lord's name be praised.